വടികുത്തി വീട്ടിലെത്തിയപ്പോഴാണറിഞ്ഞത് വീട്ടിലെത്തി എന്ന്. പേരക്കുട്ടികൾ ആർത്തുവിളിച്ച് ഗ്രാൻപാ ഗ്രാൻപാ എന്ന് പറഞ്ഞു വടി പിടിച്ചു കളിച്ചിടുന്നു. ഇവരുടെ അച്ഛനും അമ്മയും ഇപ്പോൾ എന്നെ വിളിക്കുന്നത് എന്താണെന്നോ? ഡാഡി എന്നാണ് പോലും. പിന്നെ കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുത്തു ഞാൻ ഗ്രാൻപായാണെന്ന്. ആകെ ഇംഗ്ലീഷ് മയമായിപ്പോയല്ലോ മക്കളെ. ഊണ് കഴിച്ചോ കഞ്ഞി കുടിച്ചോ എന്ന് ചോദിക്കുന്നതിന് ഇപ്പോൾ ഫുഡ് കഴിച്ചോ എന്നാണ് പറയലും. കഞ്ഞികുടി ഇവർക്കിപ്പോൾ മോശം വിഭവമായി പോയി. പണ്ടിവർക്ക് കഞ്ഞിയും പഴങ്കഞ്ഞിയുമേ വേണ്ടൂ. ഇപ്പോൾ കരിച്ചതും പൊരിച്ചതുമൊക്കെയായി ആരോഗ്യം നഷ്ടമാക്കിയിടുന്നല്ലോ. ഞാൻ കഞ്ഞി കുടിക്കുമ്പോൾ ഇവർക്കിപ്പോൾ പരിഹാസം. എന്നാണിവർക്കീ കഞ്ഞി അയിത്തമായത്? ഇന്നൊരു മകൻ എന്നെ വിളിച്ചു, അച്ഛാ. അച്ഛൻ്റെ ഒപ്പം ഇന്നു മുതൽ ഞാനും കഞ്ഞി കുടിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു എന്നോടിനി 3 നേരവും കഞ്ഞി കുടിക്കാൻ. അച്ഛൻ പറഞ്ഞതു തന്നെയാ വാസ്തവം. ഇത് കേട്ടപ്പോൾ എൻ കണ്ണു നിറഞ്ഞുപോയി. ഇവൻ എന്നെ വിളിച്ചതിപ്പോൾ ഡാഡി എന്നല്ല, അച്ഛാ എന്ന് വിളിച്ചപ്പോൾ ഇവനോടുള്ള നീരസം മറഞ്ഞുപോയി. മാതൃഭാഷ മറക്കുകയുമില്ലവൻ. ഇപ്പോൾ ഞാനെൻ്റെ ആ പഴയ കാലത്തിലേക്കൊന്നു തിരിച്ചുപോയി. പാടത്ത് പണിക്ക് പോകുമ്പോൾ ഞാനും എൻ ഭാര്യയും വരമ്പത്തിരുന്നു കഞ്ഞി കുടിച്ചിരുന്നതോർക്കുന്നു ഞാൻ. എന്തൊരാഹ്ലാദമായിരുന്നതക്കാലം. എല്ലാം മറഞ്ഞു. വീട്ടിലിരുന്നു ഞങ്ങളെല്ലാവരും കഞ്ഞി കുടിച്ചതോർമ്മയിൽ തള്ളി വരുന്നു. ഞാൻ വെറുതെ അടുക്കളവാതിൽ വരെ പോയപ്പോൾ അവിടെ എൻ്റെ എല്ലാമായിരുന്ന എൻ പ്രാണസഖി കഞ്ഞി കുടിക്കുന്നതും പിന്നെ എന്നെ നോക്കി ഒരു ചിരി ചിരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നെയ്യില്ലാത്തതുകൊണ്ടൊരു ജീവിതം ഉപ്പില്ലാത്ത കഞ്ഞി പോലെയായി. നന്ദി.